എടി ഞാൻ സീരിയൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന കാലത്ത് വയ്യ കൂടി പോകുമ്പോ ഇവള് ലെറ്ററുമായിട്ട് എന്റെ പുറകെ വരും. ഐ ലവ് യു ചേട്ടാ, ഐ ലവ് യു. എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വിഷം കഴിച്ച് ചത്തുകളെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മുതലിനെ കല്യാണം കഴിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ഇത് കേൾക്കണ്ട കാര്യമില്ല. അല്ല ഞാൻ അതോട്ട് പോണ്ടി. എടാ നീ എവിടെ ഇരിക്കുന്നു? നിന്നോടല്ലേ ചോദിച്ചത്. ചേട്ടൻ പറഞ്ഞിട്ട് ഇങ്ങോട്ടാ പോണത്. എന്താണ്? എന്റെ അച്ഛതേ ഇയാളുണ്ടല്ല, ഞാൻ ആ ട്യൂഷൻ പോയിക്കൊണ്ടിരുന്നേച്ചില്ലേ. എന്തെന്ന് ഞാൻ പറയട്ടെ, ഞാൻ ട്യൂഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ലെറ്റർ ആയിട്ടൊക്കെ വന്നിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്ന്. ഞാൻ എപ്പോഴും പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ലെന്ന്. അപ്പൊ ചത്തുകളയോന്ന് പറഞ്ഞോണ്ടാണ് അച്ഛൻ ഞാൻ ഇയാളെ കല്യാണം കഴിച്ചത്. ഇതൊക്കെ ഇപ്പഴല്ല, അന്ന് പറയണം. ഇപ്പൊ മനസ്സിലായാ? ഇവിടെ തല വെച്ചത് മനസ്സിലായാ? ഒരു ദരിദ്രവാസം പഠിച്ച കുടുംബമാണ്. അതാണ് സംഭവം. ദരിദ്രവാസി കുടുംബ നല്ല അന്തസ്സുള്ള കുടുംബമാണ് എന്റെ. എന്തന്തസാടാ എന്റെ അച്ഛൻ ഇവന്റെ കല്യാണം നടക്കാതെ ഇവിടെ നാറ്റ കേസായിട്ടിരുന്ന എങ്ങനെയാ കല്യാണം നടക്കാൻ? കരക്കാർക്ക് മൊത്തം അറിയാല്ല. ഇവിടെ വന്ന ആശാവർക്കർ കൊച്ചുമണീനെ ഇവൻ കയറി പിടിച്ച ഒരു പെൺകുച്ചാത്ത ഇറക്കണില്ല. പെണ്ണിന്റെ വിചാരം മാത്രം സമയം തെറ്റി ഇതും കൂടെ കേട്ട വിഷയം കേട്ടോ. വിഷയമാണ്. അങ്ങനെ കല്യാണം നടക്കാതെ ഞാൻ മുൻകൈയെടുത്താണ് കല്യാണം നടത്തിയത്. ഇനി അത് പോയിക്കോട്ടെ, കല്യാണം വിളിക്കാൻ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ ഉണ്ടായിരുന്നാ? അത് ശരിയാണ്. അല്ല അളിയൻ അങ്ങനെ ചെയ്ത സഹായത്തിന്റെ കാര്യമൊന്നും പറയാതെ. അപ്പൊ അളിയൻ പറഞ്ഞില്ല അളിയൻ സിനിമയിൽ വലിയ ആളാണ്, ഭയങ്കര ബന്ധങ്ങളാണ്. എന്റെ കല്യാണത്തിന് സിനിമാടന്മാർ ഇവിടെ പന്തലി വന്ന് നിരന്നിക്കുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പോട്ടെ. ആനീസ് കിച്ചണിൽ നാനി വന്ന് ഇവിടെ വീശി പൊറോട്ട അടിച്ചു തരുമെന്ന് അളിയൻ പറഞ്ഞു. എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു, അതന്നെയല്ലേ ഷാജി സമ്മതിച്ചില്ല. ഏത് ഷാജി? ഷാജി കൈലാസ്. ഒന്നും എനിക്കറിയാൻ പാടില്ല. നിങ്ങളത് ചെയ്തില്ല. പോട്ടെ. എന്താ പേര്? വിനോദ് എന്ന് പറഞ്ഞൊരു വിനോദിനെ എങ്ങനെ എന്റെ കല്യാണത്തൊന്നും കൊണ്ടുവരാൻ പാടില്ല. വരാന്ന് പറഞ്ഞല്ലോ വരും. ഞാൻ പറഞ്ഞില്ലേ ഇവനെ പോലുള്ള ഒരുത്തൻ കുടുംബത്ത് വന്നോ അന്ന് തുടങ്ങി നമ്മുടെ ശബം. മനസ്സിലായോ? ഇനി ഞാൻ ഇവിടെ നിൽക്കാം. എന്നെ ഇൻസൾട്ട് ചെയ്ത ഈ മുതലിനെ ഇവിടെ നിർത്തിക്കോ, പിള്ളേരെ നിർത്തിക്കോ. ഞാൻ ഇവിടെ നിൽക്കാം. അച്ഛാ പോട്ടെ, ഇത് സമയം പോണ ഒരാളെ ഒന്നിനും ഞാൻ നിൽക്കൂല. ഞാൻ പോകും. നീ അവിടെ പോകണ്ടത് എന്നെ ഇൻസൾട്ട് ചെയ്ത് വിട്ട് ഞാൻ നിൽക്കൂല. അവിടെ പോയിട്ടാ ഇരിക്കൂല. അവിടെ ഇറങ്ങോട്ട് ഞാൻ ഇരിക്കൂലെന്ന് പറഞ്ഞാൽ ഇരിക്കൂല. അവിടെ ഇറങ്ങോട്ട് ഇരിക്കൂലെന്ന് അടിച്ചില്ല കറ ഞാൻ പിടിച്ചാണേ. ഞാൻ ടെമ്പർ തെറ്റിക്കാണ്. എനിക്കറിയാൻ പാടില്ല സമയം തെറ്റിക്കാനേ. കേട്ടാ കിട്ടിക്കാനാ നിനക്ക് വേഷം കേട്ടാ വിളച്ചിലാണ് നിനക്ക്. എടാ നിന്റെ എന്റെ അച്ഛനെ മറന്ന് ഞാൻ വേറെ വല്ല വർത്തമാനം പറഞ്ഞേ കേട്ടാ. ഞാൻ പല നടികരെയും പാത്തിട്ടുണ്ട്, ഇതുമാരും ഒരു നടികരെ പാത്തതേ ഇല്ല. ആണ് ഇനി പാക്കാനിരിക്കുന്നേ ഒരുത്തി പാക്കാനിരിക്കട്ടാ. ഞാൻ പൊട്ടച്ച 3 മണിയല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് എന്തിന്റെ കേടാടാ? അല്ല ഞാൻ അച്ഛനാണ്, പ്രായമായി. എന്താ പറയുന്നുള്ള ഒരു ബോധം പോലും എനിക്കിപ്പില്ല. അച്ഛന് ബോധം ഇല്ലല്ലോ. ഇന്നോ നാളെ പോണെന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ. എവിടെ പോണം? ചത്ത് തലക്ക് മേളിൽ പോണ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നാളെ ചാകണേ പറയണേ, ഈ പന്തല് വേസ്റ്റ് ആക്കണ്ടല്ലോ. അതിലങ്ങോട്ട് കാര്യം അല്ല. ഞാൻ ഇനി ആർക്കായാലും എന്തെങ്കിലും എന്നോട് പറയണ്ടോ? എന്തെങ്കിലും വർത്താനം നിനക്കൊന്നും പറയാൻ. ഒന്നുമില്ല. പൊക്കോ. നീ പോയേ. പൊക്കോടാ പൊക്കോ.